വാക്പോരുകളോടെ ഇറാൻ അമേരിക്ക ആദ്യവട്ട ചർച്ച സ്വിറ്റ്സർലൻഡിലെ ബെർഗൻ സ്റ്റോക്കിൽ അവസാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ പരാമർശങ്ങളിൽ വിയോജിപ്പ് അറിയിച്ച ഇറാൻ സംഘം ചർച്ചാമുറിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. ചർച്ചകൾ തുടരുമെന്നും ഇരു രാജ്യങ്ങൾ അറിയിച്ചു. മാത്രമല്ല, ഈ ലാസ്റ്റിൽ ഒരു ഫോട്ടോ എടുപ്പുണ്ട്, ചിരിച്ചുകൊണ്ടിരുന്ന എല്ലാവരോട് ഒരു പടവെടുപ്പ്. ആ പടവെടുപ്പിനും ഇറാൻ നിന്നുകൊടുത്തില്ല. കാര്യം അമേരിക്കൻ പ്രസിഡന്റ് വാ തുറന്നാൽ എന്തെങ്കിലും പറയും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഇത് ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. കാരണം എത്രയോ ആൾക്കാരായിരിക്കും കാത്തിരിക്കുന്നത് ഇതൊന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടി. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ന് ആരംഭിച്ച US ഇറാൻ ഉന്നതതല ചർച്ചകൾ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തികച്ചും ഒരു വലിഞ്ഞു മുറുകിയ അന്തരീക്ഷത്തിലായിരുന്നു അത് ആരംഭിച്ചത്. ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുമ്പോഴാണ് ഈ ഭീഷണിയും മുഴക്കിയത്. അത് മാത്രമല്ല, അദ്ദേഹം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുത്തിരുന്നു. ഇതാണ് ഈ ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ഇറാന്റെ വലിയ പ്രതിഷേധത്തിന് കാരണമായത്. എങ്കിലും ഈ പ്രതിസന്ധികൾക്കിടയിലും ഇരുപക്ഷത്തെയും പ്രതിനിധികൾ രാത്രി വൈകിയും ചർച്ച തുടരുമെന്നാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇറാന്റെ പങ്കാളിത്തം ഈ ചർച്ചകളിൽ ഉറപ്പിച്ചു നിർത്തുവാൻ US വൈസ് പ്രസിഡന്റ് JD വാൻസിനും അതുപോലെ മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറിനുമൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു. എന്നാൽ ഈ ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ വൈസ് പ്രസിഡന്റ് JD വാൻസ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ ചർച്ച നല്ല പുരോഗതി കൈവരിച്ചതെന്നാണ്. അത് മാത്രമല്ല, ഈ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭാവിയിലേക്കുള്ള ചർച്ചകളായിട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ മാറുമെന്ന് അദ്ദേഹത്തിന് ഒരു ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി, അതുപോലെ ഹോർമോസ് കടലെടുക്ക്, അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികളുണ്ട്, ഇത് വിട്ടു കൊടുക്കുക, ഇങ്ങനെ അതീവ സങ്കീർണമായ വിഷയങ്ങളാണ് ഈ താൽക്കാലിക കരാറിലൂടെ ഇരുപക്ഷവും പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. എസ്കെൻ, ഈ ആണവ കരാറിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വലിയ തോതിൽ ചർച്ചകൾ നടന്നതായിട്ടാണ് US ഡെലിഗേഷൻ പിന്നീട് വ്യക്തമാക്കിയത്. ഇതിനായിട്ട് ഈ രാത്രി വൈകിയും ചർച്ചകൾ തുടരും. എസ്കെൻ, ഇത് കൂടാതെ ഇറാന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ്, ഒരു വിഭാഗം യുദ്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഈ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ കൂടുതൽ നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുവന്ന ഇത്തരം ആഹ്വാനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ ഗ്രൂപ്പുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എസ്കെൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഖത്തറും പാകിസ്ഥാനും ഒരു ഇടനിലക്കാരാണ്. അവർ പറയുന്നത് പ്രോത്സാഹജനകമായ പുരോഗതി ഉണ്ടായിരിക്കുന്നു ചർച്ചയിൽ എന്നാണ്. മാത്രമല്ല, സ്വിറ്റ്സർലൻഡിൽ ഈ സാങ്കേതിക കമ്മിറ്റി ചർച്ചകൾ തുടരുമെന്നും ഒരുപക്ഷെ നല്ല ഫലമുണ്ടാകുമെന്നും പ്രതീക്ഷയുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഖത്തറും പാകിസ്ഥാനും ഇറക്കിയെന്ന വാർത്ത വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.